അപ്പോൾ ഹലോ മക്കളെ, ഇന്നും ഒരു റിയാക്ടിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം ആദില നൂറ എന്ന് പറയുന്ന രണ്ടുപേരിൽ നൂദില അങ്ങനെ വേണം പറയാനായിട്ട്. അപ്പോൾ നൂദിലയിൽ രണ്ടുപേരും വേർപിരിഞ്ഞിരിക്കുകയാണ്. ആദില എവിക്റ്റായി പോയിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൻ്റെ കൂടെ നമ്മുടെ നൂറ അങ്ങനെ മുന്നിട്ട് പോവുകയാണ്. അപ്പം എനിക്കിപ്പോൾ തോന്നുന്നു, ഒരു പക്ഷെങ്കിൽ ഞാനങ്ങ് പച്ചയ്ക്ക് പറയുകയാണ്, ഞാനൊരു മലയാളി ആയതുകൊണ്ടാണോ ഇനി ഈ പറയണ പോലെ അനുമോളെ പോലെ ചിലയിടത്തൊക്കെയെങ്കിലും കുലസ്ത്രീ എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ കുലസ്ത്രീ എന്ന് പറയുന്ന ഒരു സംഭവത്തിന് ഒരിത്തിരി ജെനുവിനിറ്റി ഉണ്ട് എന്ന് തോന്നുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. എനിക്കിപ്പോൾ തോന്നുന്നു ഒരു പക്ഷെങ്കിൽ നമ്മുടെ ലക്ഷ്മി പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റ് വളരെ ശരിയാണെന്ന്. മോഹൻലാലും ഒരു പക്ഷെങ്കിൽ അത് മാറ്റി പറയുമായിരിക്കാം. കാരണം അമ്മാതിരി തൊട്ടിത്തരം അല്ലെങ്കിൽ തെണ്ടിത്തരം എന്നാണ് വേണം പറയാനായിട്ട് അവിടെ കാണിച്ചു കൂട്ടിയത്. ഈ ഒരു രീതിയിൽ സംസാരിക്കുന്നതിനോട് വളരെ കഷ്ടം അല്ലെങ്കിൽ വിഷമം തോന്നുന്നു. കാരണം ഇതിലും മാന്യമായ രീതിയിൽ അവർ ചെയ്ത ആ ഒരു പ്രവൃത്തിനെ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അതായത് ആദില ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര പ്രകടനങ്ങളൊക്കെ കാണിച്ചു വെച്ച് ഭയങ്കര സംഭവമായിട്ട്, അതായത് നമ്മുടെ ബിഗ് ബോസിൻ്റെ PR ടീമായ അതായത് ഇൻ്റർവ്യൂ സെക്ഷനിൽ ചെന്നിരുന്നും കണ്ടും അനുവിനെ വലിച്ചു വാരി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് കാണുന്നവർ പൊട്ടന്മാരല്ല എന്നുള്ളത്. പിന്നെ സ്വന്തം തന്തേനെയും തള്ളേനെയും അടക്കം ചത്ത് കിടന്നാലും അല്ലെ അവർ ചത്തു പോകണം എന്നൊക്കെ പറയുന്നവരടുത്ത് നമ്മൾ ഇത്രയും ജെനുവിനിറ്റി പ്രതീക്ഷിച്ചാൽ മതി ഒരാളിൽ നിന്നും. മനസ്സിലായോ? ലക്ഷ്മി എന്ന് പറഞ്ഞ ആ കണ്ടസ്റ്റൻറ്റ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വളരെയധികം ശരിയാണ്. കാരണം വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ടീംസ് സത്യമാണ്. കാരണം കേട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് നമ്മളെ ഇല്ല ഒട്ടകത്തിനിടം കൊടുത്തോല്ലോ, അടുത്ത് നമ്മളെ അതിനകത്തുനിന്ന് അടിച്ചിറക്കാൻ തോന്നും. അമ്മാതിരി ടീംസാണ് ഈ പറഞ്ഞ രണ്ടെണ്ണം. അപ്പം അതിനകത്ത് അനുമോൾ വ്യക്തമായി പറയേണ്ട, അനുമോൾ നമ്പർ എഴുതി കൊടുത്തിട്ടില്ല. അനുമോളിൽ PR-ൻ്റെ ആരുടെയും നമ്പർ അനുമോൾക്ക് അറിയത്തില്ല. കാണാതെ ഞാൻ എൻ്റെ നമ്പറാണ് അവൾക്ക് എഴുതി കൊടുത്തത് എന്ന് പറയുമ്പോൾ മിണ്ടാതിരുന്നവൾ അണ്ണാക്കിൽ പിരിവെട്ടുക എന്ന് പറയും. നമ്മുടെ അവിടെ ഇൻ്റലിജൻസ് അല്ലത്, അണ്ണാക്കിൽ പിരിവെട്ടുക എന്ന് പറയും. അങ്ങനെ പിരിവെട്ടി അല്ലാത്തപ്പം വെട്ടിലടം ചിലയ്ക്കുന്നുണ്ടെങ്കിൽ ചിലച്ച് കൂട്ടിക്കൊണ്ടിരുന്ന ക്യൂട്ട്നെസ് വാരി വിതറുന്ന ആദിലയുടെ സ്വന്തം നൂറ വായിലെ പല്ല് 32 വച്ചിട്ട് നാക്കിനെ ബന്ധനം ചെയ്ത് മിണ്ടാണ്ട കുത്തിയിരിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. അതിപ്പോൾ ഒത്തിരി വൈകിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ചെയ്തവള് അവക്ക് വേണ്ടി വോട്ട് തെണ്ടി ആദില വെളിയിൽ, ആദില മനഃപൂർവ്വം കൊണ്ട് വെളിയിൽ വരാൻ തയ്യാറെടുത്ത് നിന്നിരുന്ന ഒരാളാണ്. കാരണം ആദില അല്ലെങ്കിൽ നൂറ ഒരാൾ വെളിയിൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യുന്ന പരിപാടി അകത്ത് നിൽക്കുന്ന ആൾക്ക് വേണ്ടി വോട്ട് തെണ്ടുക എന്നുള്ള പരിപാടിയാണ്. അത് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ തെണ്ടുന്ന കൂട്ടത്തിൽ നിങ്ങൾ ആ 100 ദിവസത്തിൽ അവിടെ നിന്ന് എത്ര ദിവസം നിങ്ങളെ ചേർത്ത് പിടിച്ച ഒരു സഹോദരിമാരെ പോലെ കണ്ട് ചേർത്ത് പിടിച്ച ഷാനവാസിനെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? മരവാഴ ഷാനവാസ്. പ്രേക്ഷകരാരും ഇതൊന്നും മറന്നു പോയിട്ടുള്ളവരല്ല, മനസ്സിലായോ? പിന്നെ അനുമോൾ ഇതിൻ്റെ സത്യാവസ്ഥ വെളിയിൽ വരുമെന്നായി കഴിഞ്ഞപ്പം പതിയെ നൂറ ആ ടിഷ്യൂ പേപ്പർ, അതായത് നമ്പർ എഴുതി കൊടുത്ത ആ പേപ്പർ ചുരുട്ടിക്കൊണ്ട് കളയുന്നതും നമ്മൾ തന്നെയാണ് കണ്ടത്. മക്കളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ അതായത് സമൂഹത്തിൻ്റെ മുന്നിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ മറ്റേ ലെസ്ബിയൻ കപ്പിൾ എന്നും പറഞ്ഞുകൊണ്ട് കാണിച്ച ആ ഒരു ഫ്രോഡ് കളിയുണ്ടല്ലോ, ആ കളി നിങ്ങൾ ഇവിടെ കളിക്കരുത്. മനസ്സിലായോ? എൻ്റെ മാത്രം അഭിപ്രായമാണ് ഞാൻ ഈ പറയുന്നത്. ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. കാരണം ഇവരൊക്കെ ഇങ്ങനെ തന്നെ വേണം പറയാനായിട്ട്. ഇനി അതിൻ്റെ വിഷ്വൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് ഒരു വിഷ്വൽ മാത്രം ഞാൻ അതിൻ്റെ ഒന്ന് കാണിച്ചു തരാം. അതിന് വോയിസ് ഒന്നുമില്ല. പക്ഷെങ്കിൽ അവളുടെ മുഖത്തെ ദാഷ്ട്യം കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, അവളുടെ മുഖത്ത് ദാഷ്ട്യം കണ്ടു കഴിഞ്ഞാൽ 100 എന്തോ തലയിൽ വെച്ച് ബിഗ് ബോസിൻ്റെ വീട് 100 ദിവസം തലയിൽ വെച്ചുകൊണ്ട് നിന്ന് ബാക്കിയെല്ലാ കണ്ടസ്റ്റൻസും അതിൽ നിന്ന് അവൾ അത്രയും കഷ്ടപ്പെട്ട് മുന്നോട്ട് വന്നവളാണ് കാണിയിരിക്കുന്നത്. പൊന്നു മക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ശരിക്കും ഇനി ആ കപ്പ് കിട്ടിയാലും ശരി ഇല്ലെങ്കിലും ശരി, ഈ 100 ദിവസം നിന്ന് അതിലെ അത്രയും കണ്ടസ്റ്റൻസും ഒറ്റപ്പെടുത്തിയപ്പോഴും ടാർഗറ്റ് ചെയ്തപ്പോഴും കരഞ്ഞെങ്കിലും ഒരുപാട് വിഷമിച്ചെങ്കിലും ശരി തന്നെ ആ അത്രയും ദിവസം സർവൈവ് ചെയ്ത് വന്ന ആ അനുമോൾ തന്നെയാണ് ശരിക്കും ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിലെ വിന്നർ. അതിന് ആരൊക്കെ കപ്പ് തൂക്കിയാലും ശരി തന്നെ അതിൻ്റെ അപ്പുറത്തൊരു ചെക്കെടുത്ത് വെക്കാനായിട്ട് അവർക്കില്ല കരുക്കൾ. മനസ്സിലായോ? ഒരുപാട് പേര് ഇപ്പം ശരിക്കും അവിടെ അവരടുത്ത് എന്താ പറയുക, എവിക്റ്റായി പോയവർ ഓരോരുത്തരും തിരിച്ചു വന്നത് അവിടെ നിൽക്കുന്നവർക്ക് മോട്ടീവ് കൊടുക്കാനാണെങ്കിൽ അവരാണ് ഏറ്റവും കൂടുതൽ വിഷങ്ങൾ. ദയവ് ചെയ്ത് എൻ്റെ പൊന്ന് ബിഗ് ബോസേ, അവിടെ നിൽക്കുന്നവർ നല്ല രീതിയിൽ കളിച്ചു പൊക്കോളും. നിങ്ങൾ ഇവരെയൊക്കെ ഒന്ന് ഇറക്കി വെളിയിൽ വിടാമെങ്കിൽ തന്നെ നല്ല കാര്യമാണ്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാണേ. അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സംഭവം ഭയങ്കരമാണ്. ഇതേ കണ്ടോ, ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അനുമോൾ ചെന്ന് ചോദിക്കുന്നുണ്ട്. അനുമോൾ ചെന്ന് ചോദിക്കുമ്പോൾ ഇല്ല അണ്ണാക്കിൽ പിരിവെട്ടി കണക്കാണ് ഒരു ഇരിപ്പിരിക്കണത്.
ശരിക്കും അണ്ണാക്കി പിരിവെട്ടിയ പോലെയാണ്. ഞാൻ ഈ വിഷ്വൽ എന്തായാലും ഈ സൈഡിൽ വെച്ചേക്കാം കേട്ടോ. ഈ വിഷ്വൽ എന്തായാലും ഈ കോർണറിൽ ഉണ്ടാവും, നിങ്ങത് കാണണം, മനസ്സിലായോ? ഇവളെയൊക്കെയാണ് ലാലേട്ടൻ, നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൻ്റെ പ്രിയങ്കരനായ ലാലേട്ടൻ ചേർത്ത് പിടിച്ചത്. വന്ന ഓരോ ഹൗസ് മേറ്റ്സിൻ്റെയും ഫാമിലി ചേർത്ത് പിടിച്ചത്. പക്ഷേ ലക്ഷ്മി, യു ആർ കറക്റ്റ്. കുടുംബത്തെന്നല്ല, മിറ്റത്ത് പോലും കയറ്റാൻ കൊള്ളാത്ത സാധനങ്ങളാണ്, മനസ്സിലായല്ലോ? ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ടൊരു ഗെയിം ഇറക്കാൻ പറ്റുന്നതിന് മുമ്പ് ശൈത്യ ഔട്ടായതിൻ്റെ പേരിലാണ് ശൈത്യനെ കട്ടപ്പ എന്ന് വിളിക്കുന്നതെങ്കിൽ അത് ഒരു മര്യാദയുണ്ട്. പക്ഷേ ഇത് മര്യാദകേട് മാത്രം അറിയാവുന്ന 2 ടീംസാണ്. സത്യമായിട്ട് നേരെ നിങ്ങളെ ജനിപ്പിച്ച നിങ്ങളുടെ ഫാമിലിനോടുകൂടെ നമ്മൾ പറയാണ്, വല്ലാത്ത ജാതികൾ തന്നെടേ അപ്പാ. അപ്പം പൊന്നു മക്കളെ, നിങ്ങൾ ആരൊക്കെ വോട്ട് ചെയ്യുന്നോ അത് അല്ലയോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, അല്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ ഈ പറയുന്നതിനകത്തെ ജെനുവിനിറ്റി നിങ്ങളൊന്ന് നോക്കുക. അനിയത്തി കുട്ടികളെന്നും പറഞ്ഞ് ചേർത്ത് പിടിച്ചിരുന്ന ഷാനവാസിനെ ആ മരവാഴ ഷാനവാസ് ഇല്ലേ എന്ന് വിളിച്ച അവളുമാര് പാവങ്ങള് അല്ല, അവളുടെ ക്യൂട്ട്നെസ് കൂടെ ആയി കഴിയുമ്പോൾ പിന്നെ പറയണ്ട. ചന്തമേരി കണക്കത്തെ ക്യൂട്ട്നെസ്, ചന്തമേരി സ്വഭാവവും ക്യൂട്ട്നെസ് വാരി വെതറും. ഇതാണ്. ഇതിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ജിസയിലൊക്കെ എത്രയോ പാവമാണ്. ഐ തിങ്ക് സോ മച്ച്. ജിസയിലൊക്കെ വളരെ നല്ല ഒരു മനുഷ്യർ ആണ്. ഇപ്പോൾ തിരിച്ചു വന്നപ്പോഴായാലും ശരി തന്നെ അത്രയും സ്നേഹമായിട്ട്. പക്ഷെ ഇപ്പോൾ ലക്ഷ്മി എടുത്തിരിക്കുന്ന നിലപാടുണ്ടല്ലോ, ഇറ്റ്സ് ഗ്രേറ്റ്, അപ്രീഷിയേറ്റ്. കാരണം അവർക്ക് കറക്റ്റായിട്ട് അവളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും, അനുമോളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അവർ നിന്നെ ഡൗൺ ആക്കണതാണ്, നീ അങ്ങനെ ഡൗൺ ആയി പോലെ, നീ നിന്റെ ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്യും, ഓരോന്നും പറഞ്ഞ് മനസ്സിലാക്കി മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുകൊണ്ട് ഒരുപാട് നല്ല കാര്യമാണത്. അപ്പം ഇതാണ് എൻ്റെ ഒരു ആഗമന നിഗമന ഉദ്ദേശം. അപ്പം ദയവ് ചെയ്ത് നിങ്ങൾ ഇതിനെ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആയിട്ട് മാത്രം കണക്കാക്കുക, മറ്റൊന്നും ഇതിനകത്ത് പറയാനില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.